KPCCയുടെ നേതൃത്വത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. കെ മുരളീധരനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സണ്ണി ജോസഫ്, ദീപാദാസ് മുൻഷി തുടങ്ങിയവരും മുൻനിരയിലുണ്ട്. KPCCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ KPCCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. വലിയ പങ്കാളിത്തമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. KPCCയുടെ മാർച്ച് പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തി കഴിഞ്ഞു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും കെ മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ തന്നെയാണ് ഈ മാർച്ച് നയിച്ചത്. ഒട്ടേറെ പ്രവർത്തകർ, 100 കണക്കിന് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് നേതാക്കൾ ഹസൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ജനക്കൂട്ടമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ത്തിന്റെ ഏറ്റവും പ്രധാന സൂചന കൂടിയായി മാർച്ചിനെ കാണണം. ഇനി അങ്ങോട്ട് UDF ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ വിഷയം, കേരളത്തിലെ രാഷ്ട്രീയ വിഷയം ഇത് തന്നെയായിരിക്കും. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ ദേവസ്വം മന്ത്രിയുടെ ഉൾപ്പെടെ പങ്കാളിത്തം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച്. മന്ത്രിയുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിൽ തുടർ സമരങ്ങൾ കൂടി തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ വേദിയിലേക്ക് നേതാക്കളൊക്കെ എത്തിച്ചേർന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ. നേരത്തെ ആശാൻ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടുന്ന വലിയ പ്രതിഷേധ മാർച്ച് പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്ത് നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കും തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് കാരണം. സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ്. KPCCയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കടുക്കുന്നത്. മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥിനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. താങ്ക് യു റോഷിപാൽ.